നിലമ്പൂരിൽ എങ്ങനെ പരസ്യ പ്രചാരണത്തിന് സമാപനമായിരിക്കുകയാണ്. മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ തീപാറുന്ന പ്രചാരണമാണ് നടന്നത്. നാടിനെ ആകെ ഇളക്കിമറിച്ചുകൊണ്ട് എം സ്വരാജിന്റെ റോഡ് ഷോ ആണ് സമാപിച്ചത്. ഇനി നിശബ്ദ പ്രചാരണത്തിന് നാളുകളുടെ വിവരങ്ങളുമായി ഇപ്പോൾ PV കുട്ടൻ ചേരുകയാണ് നിലമ്പൂരിൽ നിന്നും. കുട്ടൻ, ഇന്നത്തെ ഒരു സമഗ്ര ചിത്രം എങ്ങനെയാണ്? വളരെ വലിയൊരു സ്വീകരണമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് എം സ്വരാജ് എത്തിയത്. അത് തന്നെയാണ് നമ്മൾ കൊട്ടിക്കലാശത്തിലും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു സമഗ്ര ചിത്രം മൊത്തത്തിൽ കുട്ടൻ. കഴിഞ്ഞ 23 ദിവസമായി നിലമ്പൂരിൽ നടക്കുന്ന പ്രചാരണത്തിന്റെ വീറും വാശിയും ഒക്കെ ചേർന്നതായിരുന്നു ഇന്നത്തെ കൊട്ടിക്കലാശം. അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ ഇളകി മറിയുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ, എം സ്വരാജും മാരാടൻ ഷൗക്കത്തും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വിവിധ പ്രദേശങ്ങളിലൂടെ റോഡ് ഷോ ആരംഭിച്ചിരുന്നു. വഴിക്കടവിൽ നിന്നാണ് എം സ്വരാജിന്റെ റോഡ് ഷോ ആരംഭിച്ചത്. നിരവധി വാഹനങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ അനുഗമിച്ചു. വൈകിട്ട് സാധാരണ കൊട്ടിക്കലാശത്തിന്റെ അതിലൊരു പീക്ക് ടൈമിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു മണിക്കൂർ മുമ്പൊക്കെയാണ് സ്ഥാനാർത്ഥി പറയുന്ന കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് എത്തുക. പക്ഷേ സ്വരാജ് ഇന്ന് 3 മണിക്ക് തന്നെ നിലമ്പൂർ നഗരത്തിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ജനനിബിഡമായിരുന്നു LDFന്റെ പ്രവർത്തകർ ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. എം സ്വരാജിനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നോട്ട് കടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ജനങ്ങൾ വളയുകയും കൈപിടിക്കുകയും ഷാളണിയിക്കുകയും പൂക്കൾ നൽകുകയും ഒക്കെ ചെയ്യുന്നു. വളരെ സ്നേഹനിർഭരമായ ഒരു അനുഭവമായിരുന്നു ആ സമയത്ത് കൊണ്ടുവരുന്നത്. സ്വരാജും അതോടൊപ്പം തന്നെ പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 23 ദിവസങ്ങളായി LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ വന്നിരുന്നു, ക്യാമ്പ് ചെയ്തിരുന്നു, പൊതുയോഗങ്ങളിൽ സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മണ്ഡലത്തിൽ നിരവധി ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത്. പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ യോഗങ്ങളിൽ, ഏറ്റവും താഴെയുള്ള ബൂത്ത് യോഗങ്ങളിൽ പോലും CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തിരുന്നു. പൊതുയോഗങ്ങളിലൊക്കെ വളരെ കൃത്യമായ വികസന രാഷ്ട്രീയമായിരുന്നു, വളരെ മാന്യമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായിരുന്നു LDF മുന്നോട്ട് വെച്ചിരുന്നത്. വളരെ കൃത്യമായ വികസന രാഷ്ട്രീയം കേരളത്തിലാകമാനം കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ അനുബന്ധമായി ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ 1800 കോടിയുടെ വികസന പദ്ധതികൾ, അതൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ജനങ്ങളുടെ ക്ഷേമം കണക്കെടുത്ത് പ്രവർത്തിക്കുന്ന, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന, വലിയ വികസന പ്രവർത്തനം നടത്തുന്ന, ലോകത്തിനാകെ മാതൃകയാവുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടരേണ്ടത് ഈ നാടിൻ്റെ ആവശ്യകതയാണ്. അതിനുള്ള ഒരു വലിയ നാന്ദി കുറിക്കൽ കൂടിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം മാറണം എന്നുള്ളതാണ് ജനങ്ങളോട് LDF പറഞ്ഞിരുന്നത്. അത് കുടുംബയോഗങ്ങളിലായാലും സ്ക്വാഡുകൾ വീടുകളിൽ പറയുമ്പോഴൊക്കെ അത്തരമുള്ളൊരു ആശയങ്ങളായിരുന്നു ജനങ്ങളോട് പങ്കുവച്ചിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു ആവേശം ഇന്നത്തെ ഈ കൊട്ടിക്കലാശത്തിൽ കാണാൻ സാധിച്ചിരുന്നു. നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും മഴയുള്ളതുപോലെ നിലമ്പൂരിലും ശക്തമായ മഴയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷേ ആ മഴയുടെ ഈ പ്രതികൂല കാലാവസ്ഥ സാഹചര്യങ്ങളൊന്നും പ്രചാരണത്തെ ബാധിച്ചിരുന്നില്ല, LDFന്റെ പ്രചാരണത്തെ ബാധിച്ചിരുന്നില്ല. വലിയ ആവേശം. എം സ്വരാജിനെ എങ്ങനെയാണോ നമുക്കറിയാം, സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിലമ്പൂർ നഗരത്തിൽ വലിയ പ്രകടനം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ പ്രകടനങ്ങളിലേക്ക് സ്വമേധയാ ഒഴുകിയെത്തിക്കൊണ്ട് സ്വരാജിനെ വരവേൽക്കുന്ന, സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വരവേൽക്കുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ സ്വരാജ് സ്ഥാനാർത്ഥിയായതിനു ശേഷം നിലമ്പൂരിലേക്ക് എത്തിയപ്പോൾ കണ്ട റോഡ് ഷോ ഈ നാട് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു. അത് വലിയ ആഹ്വാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജനങ്ങൾ സ്വമേധയാ ഇവിടെ ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എം സ്വരാജ് ഉണ്ടാക്കിയൊരു ഹൈപ്പ്, അത് തന്നെയാണ് LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ. LDFന്റെ വികസന പ്രവർത്തനങ്ങൾ, പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതോടൊപ്പം തന്നെ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ വലിയ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പഴയ പ്രസംഗങ്ങൾ ഉൾപ്പെടെ വൈറലാവുന്നു. ചെറിയ കുട്ടികൾ മുതൽ യൂത്തും അതോടൊപ്പം തന്നെ പ്രായമായവരുമൊക്കെ അവരെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നിലമ്പൂരിൽ വന്നും സ്വരാജിൻ്റെ വ്യക്തിത്വത്തിനെ പറ്റി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ മുതൽക്കൂട്ടാകുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ LDFനുണ്ട്. ഇനി മറ്റന്നാളാണ് ബൂത്തിലേക്ക് ചെല്ലുന്നത്. നാളെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചരണമാണ്. UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും ഇന്ന് റോഡ് ഷോ നടത്തിയിരുന്നു. LDFന്റെ
ഈ കൊട്ടിക്കലാശത്തിന് അനുവദിച്ച സ്ഥലത്തിന് തൊട്ട് അടുത്തുള്ള സ്ഥലത്തായിരുന്നു UDFന്റെ പ്രചാരണം ഉണ്ടായത്. UDFന്റെ സംസ്ഥാന നേതാക്കളൊക്കെ ഈ പ്രചാരണത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധിയായ വിവാദങ്ങൾ ഒന്നൊന്നായി UDFനെ ബാധിക്കുന്നുണ്ട്, UDFന്റെ പ്രചരണത്തെ ബാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ UDF ഇവിടെ നിലമ്പൂരിൽ ഉണ്ടാക്കിയ ചില രാഷ്ട്രീയ നാടകങ്ങൾ പടിപടിയായി ഒന്നൊന്നായി തകർന്നു വീഴുന്ന കാഴ്ചയുണ്ടായിരുന്നതൊക്കെ ഇന്ന് വിജയരാഘവൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ വളരെ കൃത്യമായി വിശദീകരിച്ചിരുന്നു. ഓരോ വിഷയങ്ങൾ, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ പെൻഷൻ വിവാദത്തിൽ KC വേണുഗോപാൽ കൈപൊള്ളി, പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലി വാങ്ങുന്ന തരത്തിലുള്ള അധിക്ഷേപിക്കുന്ന പ്രസ്താവന മണ്ഡലത്തിൽ വലിയ ചർച്ചയായി. പിന്നീട് നമുക്കൊരു അനന്തു എന്ന് പറയുന്ന 15 വയസ്സുകാരൻ്റെ മരണത്തെ പോലും, ദാരുണമായ സംഭവത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തി. അതിനകത്ത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്നിവരെ ജ്യോതികുമാർ ചാമക്കാല പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നു. അതിനകത്ത് കോൺഗ്രസ് പ്രവർത്തകനായ വിനേഷ് ഇത്തരത്തിൽ പന്നിയെ പിടിക്കുന്നതിന് വേണ്ടി ഒരു വൈദ്യുതി കെണിയൊരുക്കിയതാണ്. ആ കെണിയിലാണ് അനന്തു മരിച്ചതെന്നുള്ള വിവരം പുറത്തു വരുന്നതോടുകൂടി തന്നെ കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്നു. അതിനുശേഷം നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാനുള്ള തീരുമാനം. അത് രാഷ്ട്രീയ മേഖലയിൽ മാത്രമല്ല, മതസാമുദായിക നേതാക്കൾ പോലും വലിയ രീതിയിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പേരെടുത്ത് തന്നെ ചില സമുദായ നേതാക്കൾ വിമർശിക്കുന്ന ഒരു സാഹചര്യം വന്നു. പിന്നീടാണ് അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് പെട്ടി നാടകം. അതായത് രാത്രിയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിൻ്റെയും വാഹനം സ്വാഭാവികമായ പരിശോധിക്കുന്ന നടപടി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തങ്ങളുടെ വാഹനം മാത്രം പരിശോധിച്ച് അപമാനിച്ചെന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയൊരു നാടകം കളിക്കാനൊരു നീക്കം നടത്തി. ആ നീക്കം സെക്കൻഡുകൾക്ക് ഉള്ളിൽ തന്നെ പൊളിഞ്ഞു വീഴുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നു സാധാരണയായ പരിശോധനയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, MP-മാർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇവരുടെ വാഹനങ്ങൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതോടുകൂടി ആ വാദവും പൊളിഞ്ഞു വീഴുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ ചില പ്രസ്താവനകൾ മണ്ഡലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. BV പ്രകാശിൻ്റെ വീട്ടിൽ, അതായത് അന്തരിച്ച കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ്, കഴിഞ്ഞ വർഷത്തെ UDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന BV പ്രകാശിൻ്റെ വീട്ടിൽ ഇതുവരെയും ആര്യാടൻ ഷൗക്കത്ത് വോട്ടഭ്യർത്ഥിച്ചിട്ട് ചെന്നിട്ടില്ല. അത് വലിയ ചർച്ചയാണ്. നേരത്തെ തന്നെ പ്രകാശിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷൗക്കത്ത് ചില രീതിയിലൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചതിനുള്ള വലിയ ചർച്ചകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് VD സതീശൻ പറഞ്ഞത് പ്രകാശിൻ്റെ വീട്ടിൽ സ്ഥാനാർത്ഥി പോകേണ്ടതില്ല എന്നുള്ളതാണ്. അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ മണ്ഡലത്തിൽ UDFനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പിന്നെ BJP സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നിരുന്നു. BJPയുടെ സംസ്ഥാന നേതാക്കളും മണ്ഡലത്തിലുണ്ടായിരുന്നു. PV അൻവർ ഇന്ന് പക്ഷേ റോഡ് ഷോ നടത്തിയിരുന്നില്ല. PV അൻവർ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി ഇന്ന് റോഡ് ഷോ നടത്തിയില്ല. കഴിഞ്ഞ ദിവസം PV അൻവറിൻ്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. ആതിര. ശരി, വ്യക്തമാണ്. അങ്ങനെയാണ് കൊട്ടിക്കലാശത്തിന്റെ സമഗ്ര വിവരങ്ങൾ നൽകിയത് PV കുട്ടൻ നിലമ്പൂരിൽ നിന്നും.